അമ്മയുടെ വിജയം അമ്മ ആഘോഷിച്ചോ. പക്ഷെ അതാരെയും അപമാനിച്ചുകൊണ്ട് വേണ്ട. പ്രത്യേകിച്ച് ഇന്ദുവിനെ. അവളെ കല്യാണം കഴിക്കുന്നതിൽ നിന്ന് ആദ്യം പിന്മാറിയത് ഞാനാ. എന്നെ വേണ്ടെന്ന് അവള് പറഞ്ഞിട്ടില്ല. അത് ഇവിടെ സത്യ. അമ്പലത്തിൽ വെച്ച് അമ്മ അവരെ പെട്ടെന്ന് കണ്ടപ്പോ അപ്പോഴത്തെ ദേഷ്യത്തില് എന്തെങ്കിലും പറഞ്ഞു പോയതാവും. അതോടെ തീർന്നില്ലേ? അങ്ങനെയല്ലേ ഇന്ദിരേട്ടാ. ആന്റി നമ്മുടെ സത്യനെ ചേർത്ത് ഇന്ദുവിനെതിരായ ഒരു അപവാദം ഉയർത്തിവിട്ടിട്ടുണ്ട്. അത് ശരിയല്ല. ഇന്ദു അതിലാകെ ഷോക്കായിട്ടിരിക്കുക. ആഹാ, അപ്പൊ അളിയനും കൂടി എനിക്കെതിരെ പോരിന് വന്നിരിക്കുകയാണല്ലേ? ഇനി തന്നെ മനസ്സിലാക്കാവടാ, ഞാൻ അവൾക്കെതിരെ പറഞ്ഞത് അപവാദം അല്ലെന്ന്. കാരണം ഇവനെ വിളിച്ച് ഇതൊക്കെ ഓതിക്കൊടുത്തത് അവള് തന്നെയല്ലേ, ഇന്ദു. അപ്പൊ പിന്നെ അവളും ഇവനും തമ്മിൽ ബന്ധമില്ലെന്ന് പറഞ്ഞാ ആര് വിശ്വസിക്കും? അമ്മ പറഞ്ഞ അപവാദം എന്നെ അറിയിച്ചത് ഇന്ദു അല്ല, അവളുടെ ചേട്ടനാ ഗോകുൽ. ഇനി ഈ കാര്യം പറയാൻ അവൻ ഈ വീട്ടിലേക്ക് കൂടി വരുത്തിക്കരുതെന്ന് പറഞ്ഞിരിക്കും അവൻ. നാണില്ല അമ്മയ്ക്ക്. ഞാനും ഇന്ദു ഏതു നേരവും ഫോണിലാണെന്നും അതിന്റെ പേരിൽ ഞാനും പ്രതിഭയും വഴക്കിലാണെന്നൊക്കെ അവരോട് പറയാൻ. അമ്മ എന്തിനാ മറ്റുള്ളവരുടെ മുൻപിൽ ജയിക്കാൻ വേണ്ടി സ്വന്തം മക്കളെ ഇങ്ങനെ നാണം കെടുത്തുന്നത്? ഞാൻ അങ്ങനെ പറഞ്ഞില്ലേ, എന്താടാ തെറ്റ്? ഇന്ദു രാത്രി നിന്നെ വിളിച്ചതിന്റെ പേരില് നീ നിന്റെ ഭാര്യയും തമ്മിൽ ഒരിക്കൽ പോലും അസ്വാരസ്യം ഉണ്ടായിട്ടില്ലെന്ന് നിനക്ക് ഇവൾക്കും എന്റെ മുഖത്ത് നോക്കി പറയാൻ പറ്റുമോ? നിങ്ങൾ ഹണിമൂണിന് പോയപ്പോ ഉണ്ടായ തലവേദന അതിന്റെ പേരിലല്ലെന്ന് ഇവള് പറയട്ടെ. അത് എന്റെ ഒരു തെറ്റിദ്ധാരണ കൊണ്ട് ഉണ്ടായതാ. അതിന് അമ്മ തന്നെയാ കാരണം. സത്യേട്ടനെ കുറിച്ച് സംശയം തോന്നിപ്പിക്കുന്ന പലതും പറഞ്ഞ് എന്നെ തെറ്റിദ്ധരിപ്പിച്ചത് അമ്മ തന്നെയാ. എടി, നീ എന്നെ തെറ്റുകാരിയാക്കാൻ നോക്കുവാണോ? നിന്റെ അച്ഛൻ നിന്നെ ഇവിടെ എത്തിക്കാൻ കാണിച്ച ബുദ്ധി ഇവിടെ പിടിച്ചു നിൽക്കാൻ നീയും കാണിക്കുമെന്ന് എനിക്ക് അറിയാവടി. പക്ഷെ അതിങ്ങനെ എന്റെ മക്കളുടെ മുമ്പിൽ എന്നെ കുറ്റക്കാരിയാക്കിക്കൊണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഞാൻ സത്യമല്ലേ അമ്മ പറഞ്ഞ്. സത്യേട്ടനെ ഇന്ദുവിന്റെ കാര്യത്തിൽ മാത്രമല്ല അനുചേച്ചിയുടെ കാര്യത്തിൽ സൂക്ഷിക്കണമെന്ന് അമ്മ എന്നോട് പറഞ്ഞിട്ടില്ലേ? ഇനി മരുമകളെ തല്ലിന്നുള്ള പേര് കൂടി അമ്മയ്ക്ക് വരാനുള്ളൂ. ഇനിയെങ്കിലും ഇതൊക്കെ നിർത്തിക്കൂടെ അമ്മയ്ക്ക്? മനസ്സിലായി. നിങ്ങൾ എല്ലാവരും കൂടെ എന്നെ ഒറ്റപ്പെടുത്തി ഇല്ലാതാക്കാൻ നോക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി. അതിനെന്തായാലും ഈ സുശീല നിന്ന് തരില്ല. നിങ്ങളൊക്കെ എന്നെ കൊല്ലുന്നതിനേക്കാൾ മുമ്പ് ഞാൻ ചത്ത് കാണിച്ചു തരാം. എല്ലാത്തിനും കൊണ്ട് എന്റെ ശവം ഞാൻ തീറ്റിക്കൂടാ, നോക്കിക്കോ. സത്യേട്ട, അമ്മ. ആ, അതൊക്കെ ഉണ്ടാവും. നീ നിന്റെ പണി നോക്ക് പോയി. പോയി ചോറുകളും. നല്ല വിശപ്പുണ്ട്. ചെല്ല്. സത്യേട്ട,